കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ സൂമിൽ എന്താണ് സെറ പ്രൊജക്ട്, എങ്ങനെയാണ് ഈ സെറ പ്രൊജക്ടിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂം തീരുന്നത് വരെ ഒരു വ്യക്തികളും മറ്റൊരു കാര്യത്തിലും ഇന്ററാക്ട് ചെയ്യാതെ ഈ ഒരു സൂമിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള കൃത്യമായ അറിവുകൾ ശരിയായ ഡേറ്റാസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, എനിവേ നമുക്കറിയാം ലെക്സറ ഡാവോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ഏകദേശം 5 to 6 months കൊണ്ട് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, 120 രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതിന്റെ തുടക്ക സ്റ്റേജിലാണ്. അതായത് ആദ്യത്തെ 6 months നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്താണ് ലെക്സറ ഡാവോ പ്രൊജക്ട്? ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലെക്സറ ഡാവോ പ്രൊജക്ടിന്റെ സെറ ടോക്കൺ ആണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത സെറ ടോക്കൺ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ട് ഇന്ന് ആളുകളുടെ കയ്യിൽ ട്രാൻസാക്ഷൻസിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെറ ടോക്കൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം $0.5 ഉണ്ടായിരുന്ന സെറ ടോക്കൺ ഇന്ന് വന്ന് നിൽക്കുന്നത് ഏകദേശം ആവറേജ് ഒരു $30 അതായത് 45 രൂപയിൽ നിന്ന് ഏകദേശം 2900-3000 രൂപയിലേക്ക് ഈ ഒരു ഹൈപ്പ് വരാനുള്ള കാരണം ഇത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയൊരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ടോക്കണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വരുമെന്നല്ല പറയുന്നത്, എല്ലാം വന്നതിന് ശേഷമാണ് നമ്മളിലേക്ക് ഈ ഒരു പ്രൊജക്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2029 ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു എയർ ഡ്രോപ്പ് സിസ്റ്റത്തിലൂടെ സെറ ടോക്കൺ നമ്മളുടെ കൈകളിൽ എത്തിക്കാൻ സാധിച്ചാൽ ഇന്ന് ഏകദേശം 7ഓളം എക്കോ സിസ്റ്റംസിലൂടെ ഈ സെറ ടോക്കൺ ഉപയോഗിച്ച് നമ്മുടെ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുകയും ഇനി വരാനിരിക്കുന്ന ഏകദേശം 55ഓളം എക്കോ സിസ്റ്റംസ് നമുക്ക് വലിയൊരു യൂട്ടിലിറ്റി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിനോടൊപ്പം കമ്പനിയുടെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ഈ സെറ ടോക്കൺ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാൽ സാധ്യമാകും വിധം വലിയൊരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് പാൻകേക്ക് സ്വാപ്പ് വഴി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ ടോക്കൺ നമ്മളുടെ കൈവശം സൂക്ഷിക്കുന്നതിലൂടെ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് അല്ല, നമ്മളുടെ കൈവശം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമുക്ക് ഫ്രീ എയർ ഡ്രോപ്പ് സംവിധാനം വഴി സെറ ടോക്കൺ കൈപ്പറ്റാൻ സാധിക്കുകയും അതിലൂടെ ഇതിന്റെ മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളുടെ കൈകളിലെ അസറ്റിന്റെ മൂല്യം വർദ്ധിക്കുകയും നമുക്ക് ഇന്ന് ഈ 7 എക്കോസിസ്റ്റം വഴി ഈ ഒരു സെറ ടോക്കൺ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നിലവിൽ പോസിബിൾ ആണ് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. നമുക്കിനി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കടക്കാം. ഒരു വ്യക്തിക്ക് ഈ ഒരു സെറ ടോക്കൺ പ്രൊജക്റ്റിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് ഇത് ഒരു വാലറ്റ് ക്രിയേഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഒരു വ്യക്തി പരിചയപ്പെടുത്തി തന്നാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അതൊരു സ്ക്രീൻ ഷെയറിംഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. സെറ പ്രൊജക്റ്റിലേക്ക് കടന്നു വരണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ സേഫ് പാൽ പോലെയുള്ള വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ് ഉള്ള ആപ്പുകളാണ് ഇതൊക്കെ. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റ് ആണ്. കാരണം അതൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. ടോക്കൺ പോക്കറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഒരു ടോക്കൺ ആണ്, അതുകൊണ്ട് തന്നെ BNB ചെയിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളുടെ ടോക്കൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 12 ഫ്രേസ് കോഡോടുകൂടി നമ്മൾ ബാങ്ക് ലോക്കർ സംവിധാനം യൂസ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു വാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെറ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. 12 ഫ്രേസ് കോഡോടുകൂടി ഇവിടെ ഓൾറെഡി ഞാൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോവ 1, നോവ 2 എന്ന് പറയുന്ന 2 വാലറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ടോക്കൺ പോക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം, ഇൻസ്ട്രക്ഷൻസ് പ്രകാരം 12 ഫ്രേസ് കോഡുകൾ, സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട 12 ഫ്രേസ് കോഡുകളോടുകൂടി നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ BNB ചെയിൻ ആയതുകൊണ്ട് BNB ഉണ്ടാകും. പിന്നെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള USDT അവിടെ ഉണ്ടാവും. അടുത്തൊരു സ്റ്റെപ്പ് ഏതൊരു ബിഗിനറും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ടോക്കൺ എത്രമാത്രം ട്രസ്റ്റീവ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്തുള്ള എല്ലാ ടോക്കണിന്റെയും കോയിന്റെയും ലിസ്റ്റ് അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് പേരുകളെല്ലാം അവിടെ വിസിബിൾ ആണ്.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ആയിട്ടുള്ള ഈ 6688 അവസാനിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ നമ്മളുടെ സെറാ ടോക്കൺ ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഇവിടെ ഇനേബിൾ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സെറാ ടോക്കൺ ഞാൻ ഇവിടെ ഇനേബിൾ ചെയ്തിരിക്കുന്നു. അറ്റ് പ്രസന്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം $27.23 സെറാ ടോക്കൺ ഇപ്പോൾ ഫ്ലക്ച്വേഷൻ ഉള്ള ടോക്കൺ ആണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ലിക്വിഡിറ്റി 3.3 മില്യൺ ലോക്ക്ഡ് ആണ്. ഏകദേശം 8664 ഹോൾഡേഴ്സ് ആണ് സെറ സൂക്ഷിക്കുന്നത്. അതിന്റെ 24 hour വോളിയം, അതുപോലെ തന്നെ MKT ക്യാപ്, എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് വിസിബിൾ ആണ്. ഡേ ബൈ ഡേ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹോൾഡേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടോക്കൺ പോക്കറ്റിലൂടെ തന്നെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ സെറ ടോക്കൺ നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ നൽകേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ കയ്യിൽ നമുക്ക് എത്ര രൂപയ്ക്ക് സെറ ടോക്കൺ വാങ്ങിച്ചു സൂക്ഷിക്കാൻ സാധിക്കുമോ ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് നമുക്ക് ഈ ഒരു സെറ ടോക്കൺ വാങ്ങിച്ചു സൂക്ഷിക്കാം. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 4 മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നവർ അന്ന് $0.5 സെറ ടോക്കൺ വാങ്ങിച്ചത്. ഇതിന്റെ യൂട്ടിലിറ്റി കൂടിയതനുസരിച്ച് ഇന്ന് $27 വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ അറ്റ് പ്രസന്റ് റേറ്റിൽ ഈ സെറ ടോക്കൺ നമുക്ക് ഒരു സാധാരണക്കാരനായിട്ടൊരു വ്യക്തിക്ക് പോലും 5,000 റുപ്പീസിന്, അതായത് $50 ഈ ഒരു സെറ പ്രൊജക്റ്റിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ $100, $100, $1,000, $2,000 നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരികയാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള ക്യാഷിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് സെറ ടോക്കൺ നമ്മൾ പർച്ചേസ് ചെയ്ത് വാലറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ പ്രൊജക്റ്റിലേക്ക് നമുക്കൊരു റെഫറൻസ് വേണം. ഈ പ്രൊജക്ട് നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ റെഫറൻസ് ഐഡിയോടുകൂടി ഈ ഡിസ്കവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ സെർച്ച് ബട്ടണിൽ അദ്ദേഹത്തിന്റെ റെഫറൻസ് ഐ ഡി പേസ്റ്റ് ചെയ്താൽ ഇതുപോലെ സെറയുടെ ലോഗിൻ പേജിലേക്ക് കടന്നു വരും. ഇവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് സെറയുടെ വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ പേജിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഇതാണ് സെറ പ്രൊജക്റ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇന്റർഫേസോട് കൂടി സെറയുടെ പ്രൊജക്ട് പേജ് നമുക്ക് ഓപ്പൺ ആയി. ദെൻ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്, നമ്മളുടെ കൈവശം നമ്മൾ സ്വാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഈ സെറ പ്രൊജക്റ്റിലേക്ക് എയർ ഡ്രോപ്പ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്ന എത്ര സെറയാണോ ആ സെറ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്ലാൻ പ്രകാരം ലോക്കിംഗ് പീരീഡിൽ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആകെ ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. നമ്മൾ ഒരു വ്യക്തിക്കും നമ്മളുടെ കയ്യിലുള്ള ക്യാഷോ നമ്മളുടെ കയ്യിലുള്ള സെറയോ അയച്ചു കൊടുക്കുന്നില്ല. ഒരു വ്യക്തിയുടെ അഡ്രസ്സിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ നമ്മളുടെ തന്നെ ലോക്കറിൽ നമ്മൾ ഗോൾഡ് സൂക്ഷിക്കുന്നത് പോലെ നമ്മളുടെ തന്നെ ലോക്കറിൽ, പിങ്ക് ലോക്കറിൽ, അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി സൂക്ഷിക്കുന്ന ലോക്കറാണ്. ആ ലോക്കറിൽ നമ്മളുടെ വാലറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത സെറ 30 ദിവസം, 90 ദിവസം, 120 ദിവസം, 180 ദിവസം, 360 ഡേയ്സ്, ഇങ്ങനെ 5ഓളം ലോക്കിംഗ് ഡേയ്സ് ആണ് നമുക്കുള്ളത്. ഇവിടെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് 360 ഡേയ്സ് ലോക്കിംഗ് പീരീഡ് ആണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് ലഭിക്കാൻ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദിവസം എയർ ഡ്രോപ്പ് ലഭിക്കാൻ നമുക്ക് സഹായിക്കുന്നത് 360 ഡേയ്സ് ലോക്കിംഗ് ആണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇന്നത്തെ സൂം നിങ്ങളെ മൊത്തത്തിൽ സംസാരിക്കുന്നത്. ഒരു $1,000 ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വിലയ്ക്ക് സെറ ടോക്കൺ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 37 അല്ലെങ്കിൽ 38 സെറ ടോക്കൺ ആണ് ലഭിക്കുന്നത്. ഞാൻ ഇവിടെ 360 ഡേയ്സിലേക്ക് എന്റെ വാലറ്റിൽ വന്നിരിക്കുന്ന സെറ ടോക്കൺ ഞാൻ സ്റ്റേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ അത് 38 സെറയാണ് എന്റെ കയ്യിലുള്ളത്. അത് ഞാൻ സബ്മിറ്റ് ചെയ്താൽ ഇനിയുള്ള 360 ദിവസത്തേക്ക് എനിക്ക് ഫ്രീ ആയിട്ട് സെറ ടോക്കൺ എയർ ഡ്രോപ്പിലൂടെ ലഭിക്കും. ആവറേജ് അറ്റ് പ്രസന്റ് കണക്കു പ്രകാരം 0.8% ആണ് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കുക. എക്സാമ്പിൾ അടക്കം പറഞ്ഞാൽ $1000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആവറേജ് 800 മുതൽ 900 രൂപ വരെ INR സെറയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ INR കാൽക്കുലേഷൻ എടുത്താൽ ഏകദേശം 800 to 900 രൂപ ഒരു ദിവസം 2 സമയം എയർ ഡ്രോപ്പിലൂടെ. മലേഷ്യൻ ടൈം 10 മണിയാണ്. ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ രാത്രി 8:30, രാവിലെ 8:30, ഈ 2 ടൈമിൽ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കും. എങ്ങനെയാണ് നമുക്ക് ആ എയർ ഡ്രോപ്പ് ലഭിക്കുക എന്നുള്ളത് ഒരു സ്ലൈഡിലൂടെ പരിശോധിക്കാം. ഈ എയർ ഡ്രോപ്പ് ലഭിക്കുന്ന ഇൻകത്തിനെ വിളിക്കുന്നത് പാസീവ് ഇൻകം എന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ
സെറാ ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് 360 ഡേയ്സിലേക്ക് നമ്മൾ ലോക്ക് ചെയ്താൽ, നമ്മുടെ തന്നെ ലോക്കറിൽ ലോക്ക് ചെയ്താൽ, നമുക്ക് ലോക്ക് ചെയ്താൽ നമുക്ക് ആവറേജ് 0.8% വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവുമുള്ള എയർ ഡ്രോപ്പ് ഫെസിലിറ്റിയിലൂടെ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയൊരു ട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇനി നമ്മൾ ലോക്ക് ചെയ്തില്ല, നമ്മുടെ വാലറ്റിൽ സെറാ ടോക്കൺ സൂക്ഷിച്ചാൽ പോലും ഡെയിലി 0.1% 3 രീതിക്കാണ്. ഒന്ന്, ലോക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് 0.1% ഡെയിലി എയർ ഡ്രോപ്പ് ലഭിക്കുന്നുണ്ട്. ലോക്ക് ചെയ്താൽ 360 ഡേയ്സ് ആണ് നമ്മൾ ലോക്ക് ചെയ്യുന്നതെങ്കിൽ ആവറേജ് $1000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 0.8 to 0.9% വരെ, അതായത് $1000 നമുക്ക് 800 മുതൽ 900 രൂപ വരെ 360 ഡേയ്സ് ലഭിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ഫെസിലിറ്റി ഉള്ള പ്രൊജക്റ്റ് ആണ് സെറാ എന്ന് പറയുന്നത്. ഇനി ഡെയിലി 2 ടൈംസ് അല്ല നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുന്നത്, 3 ടൈംസ് ആണ്. അതായത് നമുക്ക് ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പ് നമ്മൾ എനി ടൈം വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ വിഡ്രോ ചെയ്യാതെ ഒരു കുറച്ച് നാളത്തേക്ക് ആ എയർ ഡ്രോപ്പ് വിഡ്രോ ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് വരുന്ന ആ ഒരു ഓപ്ഷനിൽ സൂക്ഷിച്ചാൽ നമുക്ക് വീണ്ടും രാത്രി 12 മണിക്ക് ആ ദിവസത്തെ മൂന്നാമത്തെ എയർ ഡ്രോപ്പ് ആയിട്ടുള്ള 0.3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോക്ക് ചെയ്തില്ലെങ്കിലും എയർ ഡ്രോപ്പ് ലഭിക്കും. 360 ഡേയ്സ് ലോക്ക് ചെയ്താൽ ഒരു ദിവസം 3 തവണ എയർ ഡ്രോപ്പ് 360 ദിവസവും നമുക്ക് പാസീവ് ഇൻകം ആയിട്ട് ലഭിക്കും. ഇനി നമ്മുടെ എക്സാമ്പിൾ അടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ $1000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി 360 ദിവസത്തേക്ക് തന്റെ തന്നെ ലോക്കറിൽ ഇത് സൂക്ഷിച്ചാൽ ആവറേജ് ഡെയിലി 800 രൂപ അല്ലെങ്കിൽ 900 രൂപ വെച്ചിട്ട് 360 ദിവസം ലഭിച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1 ലക്ഷം രൂപയ്ക്ക് സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 2,88,000 രൂപ സെറാ എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും. അത് എനി ടൈം വിഡ്രോ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ പ്രൊജക്ടിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് 360 ദിവസത്തെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ലോക്ക് ചെയ്തതിന്റെ ആ ഒരു ലോക്ക് കഴിയുന്ന ഡേറ്റ് ആൻഡ് ടൈം അവിടെ വിസിബിൾ ആയിട്ടുണ്ട്. 360 ഡേയ്സ് ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ വാലറ്റിലേക്ക് ഈ ഒരു സെറാ ടോക്കൺ നമ്മൾ എത്രയാണോ സ്റ്റേക്ക് ചെയ്തത്, ഇവിടെ $1000 സ്റ്റേക്ക് ചെയ്താൽ 38 സെറാ ടോക്കൺ 360 ദിവസം കഴിഞ്ഞ് നമ്മുടെ വാലറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്നേരം മാർക്കറ്റിൽ സെറയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂവിന് നമുക്ക് ഈ സെറാ ടോക്കൺ കൺവേർട്ട് ചെയ്ത് ഡോളറിലേക്കോ INR-ലേക്കോ ഏത് ഓപ്ഷനിലേക്കോ മാറ്റി നമ്മുടെ ക്യാപിറ്റൽ എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൂടാതെ തന്നെ ഇനി ഈ പ്രൊജക്ട് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഈ പ്രൊജക്ട് നമുക്ക് തുറന്നു നൽകുന്നുണ്ട്. ഇതാണ് പാസീവ് ഇൻകം അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊജക്റ്റിൽ ഒരു റെഫറൽ ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ ഇൻകം പ്ലാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ എക്കോ സിസ്റ്റംസിലേക്ക് കടക്കാം. ഇവിടെ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്റേതായ സ്റ്റേക്കിങ്ങിലൂടെ അല്ലാതെ മറ്റു വ്യക്തികളെ ഈ പ്രൊജക്റ്റിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് വരുമാനം കൈപ്പറ്റാൻ സാധിക്കും. അതായത് നമ്മളുടെ റെഫറൻസ് ഉപയോഗിച്ച് ഇവിടെ ഓരോ വ്യക്തികൾക്കും മൈ റെഫറൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമുക്ക് നൽകിയിരിക്കുന്ന റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയെ ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ അദ്ദേഹം സ്റ്റേക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്റ്റേക്കിംഗ് പ്രോഫിറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ റെഫർ ചെയ്തൊരു വ്യക്തി $1000 സ്റ്റേക്ക് ചെയ്താൽ അദ്ദേഹത്തിന് 360 ദിവസവും 0.8% വെച്ച് ലഭിക്കുമ്പോൾ എന്റെ റെഫറൻസിലൂടെ അദ്ദേഹം ഈ പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നതുകൊണ്ട് എനിക്ക് അതിന്റെ 20% 20 ലെവൽ ജനറേഷനിലേക്കാണ് ഈ ഒരു പ്രൊജക്ട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. ഫസ്റ്റ് ലെവലിൽ അവർക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ 20%, കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ചാർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ റെഫർ ചെയ്യുന്ന ആളുകൾ സ്റ്റേക്ക് ചെയ്യുന്ന എയർ ഡ്രോപ്പ്, അവർക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ 20% നമുക്ക് ലെവൽ 1-ൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എത്ര നാൾ? 360 ദിവസമാണ് അവർ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ 360 ദിവസവും നമുക്ക് ഈ 20% ലെവൽ 1-ൽ നിന്ന് ലഭിക്കും. ഇത്തരത്തിൽ എത്ര പേരെ വേണമെങ്കിലും, അൺലിമിറ്റഡ് ആണ്, എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ലെവൽ 1-ൽ ഡയറക്റ്റ് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് സെറ നമുക്ക് തുറന്നു നൽകുന്നത്. ഇനി ഇതിന്റെ L2 പരിശോധിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ റെഫർ ചെയ്ത വ്യക്തികൾ ഈ പ്രൊജക്റ്റിലേക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്താൽ അവർ നമ്മുടെ L2 ജനറേഷൻ ആണ്, ലെവൽ 2 ആണ്. ലെവൽ 2 ജനറേഷനിൽ നിന്നും നമുക്ക് 15% ആണ് എയർ ഡ്രോപ്പിന്റെ 15% ആണ് ലഭിക്കുക. അടുത്തത് L3 ജനറേഷനിൽ നിന്ന് 15%, L4 മുതൽ L6 വരെ 10%, L7 മുതൽ L10 വരെ 5%, ലെവൽ 11 മുതൽ ലെവൽ 20 വരെയുള്ള
ലെവലുകളിൽ നിന്ന് 2%, ടോട്ടലി 120%. 20 ലെവലിലൂടെ ലെവൽ ഇൻകം, അതായത് ആക്റ്റീവ് ഇൻകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലെവൽ ഇൻകം നമുക്ക് കരസ്ഥമാക്കാനുള്ള അവസരം. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ഒരു ലെവൽ ഇൻകം അല്ലെങ്കിൽ മാച്ചിങ് ഇൻകം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു റെഫറൻസ് ഇൻകത്തിലേക്ക് കടന്നാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു വ്യക്തിക്ക് $50 സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരാം. പക്ഷെ ഞാൻ പറയുന്നു നമ്മൾ എല്ലാവരും വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു ഫ്യൂച്ചറിനെ മുൻകണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്നത്. ഡെയിലി കിട്ടുന്ന ചെറിയൊരു വരുമാനമല്ല സെറയിലൂടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ സെറ നമുക്ക് തരുന്നത്. ഞാൻ പറയുന്നു ഇവിടെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഒരു വ്യക്തി, ഞാനൊരു എക്സാമ്പിൾ അടക്കം പറയുന്നു, $50 ഒരു വ്യക്തി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അദ്ദേഹം ഇത് മറ്റുള്ളവരോട് റെഫർ ചെയ്യാൻ ആഗ്രഹിച്ച് വലിയൊരു ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെവൽ 1 മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. $50 മാത്രം സ്റ്റേക്ക് ചെയ്തൊരു വ്യക്തിക്ക് L2ലേക്കും L3ലേക്കൊക്കെ ബിസിനസ് ഇറങ്ങിപ്പോയാൽ ആ ലെവലിലുള്ള ഇൻകങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. അത് ഒന്നാമത്തെ നമ്മുടെ ഒരു ഡീമെറിറ്റ്. സെക്കൻഡ് പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത് എത്ര സെറയാണോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് 38 സെറയാണ്. 38 സെറ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കമ്മീഷൻ ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റാങ്കുകൾ അടിച്ചാൽ, റാങ്ക് ഇൻകം ഉണ്ട്, റാങ്കുകൾ അടിച്ചാൽ നമുക്ക് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന സെറയുടെ 3x, അതായത് 3 മടങ്ങ് നമുക്ക് കമ്മീഷൻ ലിമിറ്റ് എടുക്കാം. മറിച്ച് നമ്മൾ റാങ്ക് ഒന്നും കവർ ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസിന്, അതായത് ഒരു $100 ഒരാൾ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 3 സെറയാണ് ഇന്നത്തെ പ്രൈസ് പ്രകാരം സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ 3 സെറയ്ക്ക് സ്റ്റേക്ക് ചെയ്താൽ അദ്ദേഹത്തിന്റെ കമ്മീഷൻ ലിമിറ്റ് 2x, അതായത് 6 സെറയായിരിക്കും. നമ്മൾ എത്ര പേരെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്നാലും നമ്മളുടെ സ്റ്റേക്കിംഗ് 3 സെറയും, അതായത് $100 ആയതുകൊണ്ട് നമുക്ക് പരമാവധി $6 വരെ ഈ കമ്മീഷൻ ലിമിറ്റിനെ ആസ്പദമാക്കിയാണ് നമുക്ക് സെറ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മളുടെ ടീമിലേക്ക് വരുന്ന സെറയുടെ നമുക്ക് കിട്ടുന്ന ലെവൽ പെർസെന്റേജ് നമുക്ക് എടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊജക്ടിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളോടും എന്റെ ഏറ്റവും ഹംബിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് ചെയ്താൽ വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മിനിമം ഒരു $500 സ്റ്റേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ലെവൽ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു $500 സ്റ്റേക്ക് ചെയ്തുകൊണ്ട് കടന്നു വരണം. അത്തരത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാം, സെറ ഹോൾഡേഴ്സ് മിനിമം $500 സ്റ്റേക്ക് ചെയ്താൽ ലെവൽ 10 വരെയുള്ള കമ്മീഷൻ നമുക്ക് ലഭിക്കാൻ അത് കാരണമായി തീരും. ഇനി നിങ്ങൾ ഒരു സാധാരണക്കാരൻ, നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ എമൗണ്ട് റൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മിനിമം ഒരു $300 നിങ്ങൾ കടന്നു വരിക. അതിനുശേഷം അതിനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് 500ലേക്കും മാക്സിമം $1,000 സ്റ്റേക്ക് ചെയ്താലാണ് ഒരു വ്യക്തി മിനിമം $1,000 സ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് L20 20 ലെവലും ലഭിക്കുക. അപ്പോൾ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലാത്തവരെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കാരണം നമുക്കത് അവരിൽ നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് $1,000 സ്റ്റേക്ക് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് 20 ലെവലും നമുക്ക് ലഭിക്കണമെങ്കിൽ, 20 ലെവലിൽ നിന്ന് 120% ലെവൽ ഇൻകം ലഭിക്കണമെങ്കിൽ, ഇന്ന് നമ്മളുടെ കൂടെയുള്ള പല ആളുകളും 3 സെറയ്ക്കും 6 സെറയ്ക്കൊക്കെ കടന്നു വന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ലെവൽ ഇൻകം 20ലേക്കും 15ലേക്കും 10ലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. അതിന് കാരണമാണ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേക്കിംഗ് കൂട്ടാത്തത്. അതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ലീഡേഴ്സും ആദ്യമേ നിങ്ങൾ $500 മിനിമം കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ $1,000 കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 20 ലെവലും ലഭിക്കാൻ ഈ ഒരു ലെവൽ ഇൻകം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ 1,000 റുപ്പീസിന് $100 സ്റ്റേക്ക് ചെയ്താലും നമുക്ക് പാസീവ് ഇൻകത്തിലൂടെ ഏകദേശം 100 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നുണ്ട്. ആവറേജ് $1,000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 800 രൂപ വെച്ചിട്ട് ഡെയിലി കിട്ടുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് 100 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ എയർ ഡ്രോപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലും 260 ദിവസവും നമുക്ക് ഈ പറയുന്ന എയർ ഡ്രോപ്സ് ലഭിച്ചാൽ 360 ദിവസം കൊണ്ട് $1,000 സ്റ്റേക്ക് ചെയ്തൊരു വ്യക്തിക്ക് 2,88,000 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, $100 സ്റ്റേക്ക് ചെയ്താലും $1,000 സ്റ്റേക്ക് ചെയ്താലും കപ്പാസിറ്റി ഉള്ളവർ $10,000 സ്റ്റേക്ക് ചെയ്താലും 3 മാസവും 10 ദിവസവും കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ 3 പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം ആൻഡ് എഫേർട്ട് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചലഞ്ചോട് കൂടി ഇവിടെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു $1,000 മിനിമം സ്റ്റേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഹൈപ്പ് ചെയ്ത് പറയുന്ന അടുത്ത കാര്യം.
അപ്പൊ നിങ്ങൾക്ക് ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ മാച്ചിങ് ഇൻകം കൃത്യമായി മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെഫറൻസിലൂടെ 20 ലെവലിൽ നിന്നും ലെവൽ ഇൻകം കരസ്ഥമാക്കാം. ആ 20 ലെവലിലെ ലെവൽ ഇൻകം കിട്ടണമെങ്കിൽ മിനിമം നിങ്ങൾ $1000 സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവണം. അടുത്തൊരു ഇൻകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അടുത്തൊരു ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്റ്റിലൂടെ അൺലിമിറ്റഡ് ഡെപ്തിൽ നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റുന്ന റാങ്ക് ബോണസ് മൂന്നാമത്തെ ഇൻകമാണ്. എന്താണ് റാങ്ക് ബോണസ്? റാങ്ക് ബോണസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് റെഫർ ചെയ്യാം. ഇവിടെ 20 ലെവലും ലഭിക്കണമെങ്കിൽ ഉള്ള ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ $1000 മിനിമം സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം 5 പേരെങ്കിലും നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടാവും. മിനിമം 5 മാക്സിമം നമുക്ക് എത്ര പേരെ ഇവിടെ റെഫർ ചെയ്യാം. ഇനി ഓരോ റാങ്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് X1 എന്ന് പറയുന്ന റാങ്കാണ്. എന്താണ് X1 റാങ്ക്? കൃത്യമായി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സ്വന്തമായി $200 സ്റ്റേക്ക് ചെയ്തിട്ടുള്ള വ്യക്തി, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. X1 റാങ്ക് അടിക്കണമെങ്കിൽ മിനിമം $200 എങ്കിലും സ്വന്തമായി 360 ദിവസത്തേക്കോ ലോക്കിംഗ് പീരീഡിലേക്ക് സ്റ്റേക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്ന 5 റെഫറൻസ് ആണെങ്കിൽ അതിൽ ഒരു റെഫറൻസിലൂടെ $10,000 ബിസിനസ് നടന്നാൽ അദ്ദേഹത്തിന്റെ എത്ര ലെവലിൽ ആ ലൈനിൽ വന്നിരിക്കുന്ന എത്രാമത്തെ ലെവലിലൂടെ ആണെങ്കിലും ടോട്ടൽ $10,000 ബിസിനസ് നടന്നാൽ ബാക്കിയുള്ള 4 റെഫറൻസ് ആണെങ്കിൽ ആ 4 റെഫറൻസിലൂടെ ടോട്ടലി $3,000 ബിസിനസ് നടന്നാൽ X1 എന്ന് പറയുന്ന റാങ്കിലേക്ക് ആ വ്യക്തി എത്തുന്നു. 3 കണ്ടീഷൻസ് ആണ്. സ്വന്തം സ്റ്റേക്കിംഗ് $200 ഉണ്ടായിരിക്കണം. കൂടാതെ അദ്ദേഹത്തിന് 5 റെഫറൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ ഒരു റെഫറൻസിലൂടെ $10,000 ബിസിനസ് ടോട്ടലി അദ്ദേഹം ആ റെഫറൻസിലൂടെ താഴേക്കുള്ള ടീമിൽ സംഭവിക്കണം. അതുകൂടാതെ മറ്റെല്ലാ റെഫറൻസിലൂടെയും $3,000 സ്റ്റേക്കിംഗ് നടന്നാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 ബെനിഫിറ്റ് ആണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആക്റ്റീവ് കമ്മീഷൻ ലിമിറ്റ് 3x പവർ ലഭിക്കും. $1,000 അദ്ദേഹം സ്റ്റേക്ക് ചെയ്തിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ 3 മടങ്ങ് കമ്മീഷൻ ലിമിറ്റ് എടുക്കാൻ സാധിക്കും. പ്ലസ് ഈ $13,000 സ്റ്റേക്കിങ്ങിന് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ 10% കൂടെ അധികമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കും. ഇവിടെ ഞാൻ പറയുന്നു ഈ X1 റാങ്ക് അടിക്കുമ്പോൾ $13,000 അല്ല നമ്മളുടെ ടീമിൽ സംഭവിക്കുക, അതിൽ കൂടുതൽ സംഭവിക്കും. കാരണം $3,000 എല്ലാ റെഫറൻസിലൂടെ വന്നാൽ മതി. അപ്പോൾ ടോട്ടലി അവിടെ അതിൽ കൂടുതൽ നമുക്ക് സ്റ്റേക്കിംഗ് സംഭവിക്കുമ്പോൾ നമുക്ക് ആ നടക്കുന്ന ടോട്ടൽ എയർ ഡ്രോപ്പ് ബിസിനസിന്റെ നമുക്ക് 10% X1 റാങ്കുകാരന് ലഭിക്കുന്നുണ്ട്. അടുത്തത് X2 റാങ്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പേഴ്സണൽ സ്റ്റേക്കിംഗ് $500 ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ 200-ൽ നിന്ന് 500-ലേക്ക് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് X2 റാങ്കിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്, വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രൊജക്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മിനിമം $500-ലേക്കെങ്കിലും നിങ്ങളുടെ സ്റ്റേക്കിംഗ് ഉയർത്തുക. അടുത്തത് നമ്മളുടെ 5 റെഫറൻസിൽ ഒരു റെഫറൻസിലൂടെ വരുന്ന മൊത്തം ബിസിനസ് $30,000 ആണെങ്കിൽ മറ്റുള്ള എല്ലാ റെഫറൻസിലൂടെ $10,000 ബിസിനസ് നടന്നാൽ $30,000 ഒരു റെഫറൻസിലൂടെ ടോട്ടലി താഴേക്ക് നടക്കേണ്ട ബിസിനസ്സും മറ്റു റെഫറൻസിലൂടെ എല്ലാം 3,000 എന്നുള്ളത് $10,000 ആയാൽ നമ്മൾ X2 റാങ്ക് ആവും. X2 റാങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മളുടെ ടീമിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ 15% നമുക്ക് 15% നമുക്ക് എയർ ഡ്രോപ്പ് സംവിധാനത്തിലൂടെ റാങ്ക് ഇൻകം X2 റാങ്ക് കവർ ചെയ്യുന്ന ആൾക്ക് ലഭിക്കും. അതാണ് X2 റാങ്ക് എന്ന് പറയുന്നത്. അടുത്തൊരു റാങ്ക് എന്ന് പറയുന്നത് X3 പവർ റാങ്കിലേക്ക് എത്തുമ്പോൾ മിനിമം നമ്മളുടെ സ്റ്റേക്കിംഗ് $1,000 ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി $1,000 സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 20 ലെവലും കിട്ടാനുള്ള ബെനിഫിറ്റും പ്ലസ് X3 റാങ്ക് വരെ പിന്നെ നമ്മൾ സുരക്ഷിതമാണ്. X3 റാങ്ക് കവർ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ സ്റ്റേക്കിംഗ് $1,000 ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മളുടെ 5 റെഫറൻസ് ആണ് ഉള്ളതെങ്കിൽ 5 റെഫറൻസിൽ ഒരു റെഫറൻസിലൂടെ ആ $100 സ്റ്റേക്കിംഗ് നടന്നിരിക്കണം. $1,00,000 സ്റ്റേക്കിംഗ് നടന്നിരിക്കണം. മറ്റുള്ള എല്ലാ റെഫറൻസിലൂടെ മറ്റുള്ള 4 റെഫറൻസ് ആണെങ്കിൽ ആ 4 റെഫറൻസിലൂടെ $30,000 സ്റ്റേക്കിംഗ്, അതായത് $1,00,000 സ്റ്റേക്കിങ്ങും $30,000 സ്റ്റേക്കിങ്ങും നടന്നു കഴിഞ്ഞാൽ നമ്മൾ X3 റാങ്കിലേക്ക് കടക്കും. X3 റാങ്കിൽ കടന്നാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് 20%, അതായത് ഓരോ റാങ്ക് കവർ ചെയ്യുമ്പോഴും റാങ്ക് ഇൻകം 5% ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. X3 റാങ്ക് കംപ്ലീറ്റ് ചെയ്താൽ ടോട്ടലി ടീമിൽ നടക്കുന്ന മിനിമം $1,30,000 എങ്കിലും ബിസിനസ് നമ്മുടെ താഴെ X3 റാങ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നടന്നിട്ടുണ്ടാവും. X3 റാങ്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 20% ടോട്ടലി നടക്കുന്ന എയർ ഡ്രോപ്പിന്റെ 20% വരെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇതുപോലെ X4 റാങ്ക്, X5 റാങ്ക്, അങ്ങനെ X9 റാങ്ക്
X9 റാങ്കിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് $10,000 സ്വന്തമായിട്ട് സ്റ്റേക്കിംഗ് ഉണ്ടായിരിക്കണം. കൂടാതെ അദ്ദേഹത്തിന്റെ ടീമിൽ $10 മില്യൺ, $100 മില്യൺ സ്റ്റേക്കിംഗ് അദ്ദേഹത്തിന്റെ മെയിൻ ബ്രാഞ്ചിലും മറ്റുള്ള എല്ലാ ബ്രാഞ്ചിലൂടെ 30 മില്യൺ, അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രൊജക്ടിലൂടെ 6 മാസം കൊണ്ടും 7 മാസം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണ്. അത്തരത്തിൽ X9 റാങ്ക് അടിച്ചാൽ നമുക്ക് 50% നമുക്ക് എയർ ഡ്രോപ്പ്, ടോട്ടൽ ടീമിൽ നടക്കുന്ന എയർ ഡ്രോപ്പിന്റെ പകുതി, അവർക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ പകുതി 50% വരെ നമുക്ക് X9 റാങ്കിൽ ലഭിക്കും. ആവറേജ് ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, ഇനി ഇത് നമുക്ക് നമ്മളുടെ ഭാഷയിൽ INR ഭാഷയിൽ നമുക്ക് പറയാം, ആവറേജ് X1 റാങ്ക് ഒരു 5 റഫറൻസിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 13 ലക്ഷത്തിന്റെ ബിസിനസ് നടക്കുമ്പോഴാണല്ലോ അദ്ദേഹം X1 റാങ്ക് അടിക്കുക. അദ്ദേഹത്തിന് ആവറേജ് റാങ്ക് ഇൻകം മാത്രം ഒരു 2,000-2,500 റുപ്പീസോളം റാങ്ക് ഇൻകം മാത്രം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റേക്കിങ്ങും ലെവൽ ഇൻകവും കൂടാതെ പെർ ഡേ ലഭിക്കും. X2 റാങ്ക് ആണെങ്കിൽ ആവറേജ് ഒരു 7,000 to 8,000 രൂപ വരെ, മിനിമം 5 റഫറൻസ് എങ്കിലും അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മിനിമം 8,000 രൂപ വരെ പെർ ഡേ X2 റാങ്ക് ലഭിക്കുന്നുണ്ട്. X3 റാങ്ക് അടിച്ചാൽ അത് വലിയൊരു ഹൈപ്പിലേക്ക് പോകും. X3 റാങ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആവറേജ് ഡെയിലി ഒരു 14,000 to 15,000 റുപ്പീസിന് മുകളിൽ പെർ ഡേ റാങ്ക് ഇൻകം. പെർ ഡേ ആണ് നിങ്ങൾ ഓർക്കുക, പെർ ഡേ റാങ്ക് ഇൻകം. നമ്മളുടെ ടീമിൽ വന്നിരിക്കുന്ന ആളുകൾ എത്ര നാൾ എയർ ഡ്രോപ്പ് കൈപ്പറ്റുന്നോ അത്രയും നാൾ X3 റാങ്കിൽ നിന്ന വ്യക്തിക്ക് റാങ്ക് ഇൻകം കരസ്ഥമാക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, നമ്മളുടെ 100ാമത്തെ ലെവലിൽ ബിസിനസ് നടന്നാലും നമുക്ക് ആ വ്യക്തിയുടെ റാങ്ക് ഇൻകം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കടമ്പാട് പറയുന്നത് പരമാവധി റഫറൻസുകൾ ഡയറക്റ്റ് കൊടുക്കുക. നമ്മളുടെ പേഴ്സണൽ സ്റ്റേക്കിംഗ് ഡേ ബൈ ഡേ ഓരോ റാങ്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു റിസ്ക് അല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ പ്രൊജക്ടിനെ മനസ്സിലാക്കിയാൽ നമുക്ക് എടുക്കുന്ന എഫേർട്ട് ഒന്നാണ്, എടുക്കുന്ന റിസ്ക് ഒന്നാണ്, എടുക്കുന്ന ജോലി ഒന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി ഒരു പ്രൊജക്റ്റിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു പ്ലാനിലൂടെ തന്നെ നിങ്ങൾ കൃത്യമായി ഈ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. ഇതാണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള 3 തരത്തിലുള്ള ഇൻകം. ഇനി നമ്മളുടെ പ്രൊജക്റ്റിലെ ഓരോ ഓപ്ഷനുകളും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് പാസീവ് ഇൻകത്തിലൂടെ, നമ്മളുടെ പേഴ്സണൽ സ്റ്റേക്കിങ്ങിലൂടെ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുന്നു. അത് പാസീവ് ഇൻകമായി, പാസീവ് പ്രോഫിറ്റ് ആയിട്ട് അവിടെ റിഫ്ലക്ട് ചെയ്യും. മാച്ചിങ് ഇൻകം എന്ന് പറയുന്നത് 20 ലെവലിലൂടെ നമ്മളുടെ ടീമിൽ നടക്കുന്ന അവർക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പിന്റെ 20 മുതൽ 2% വരെ ലഭിക്കുന്ന 20 ലെവൽ ഇൻകം. മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് റാങ്ക് ഇൻകം. നിങ്ങൾക്ക് അത് മൂന്നും ഈ ഒരു ലൈനിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അടുത്തൊരു ഇതിന്റെ ഏറ്റവും വലിയൊരു ജെനുവിനിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കുന്ന ഈ എയർ ഡ്രോപ്പ് നമുക്ക് ഡേ ബൈ ഡേ ഒരു ലീഡറിന്റെയോ അല്ലെങ്കിൽ ഒരു അപ്ലൈന്റെയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന്റെയോ സഹായം ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് തന്നെ ഇവർ നൽകിയിരിക്കുന്ന എക്കോ സിസ്റ്റംസിലൂടെ നമുക്ക് വിഡ്രോ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഈ എയർ ഡ്രോപ്പ് ആണ്. നമ്മൾ ഇവിടെ ആകെയുള്ള കണ്ടീഷൻ, നമ്മളുടെ സ്റ്റേക്കിംഗ് 360 ദിവസത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്യുന്നു. നമുക്കോ അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റർക്കോ മറ്റൊരു വ്യക്തിക്കോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പിങ്ക് ലോക്കറിൽ അത് ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ലഭിക്കുന്ന എയർ ഡ്രോപ്പ്, ഇവിടെ എയർ ഡ്രോപ്പ് നമുക്ക് ലഭിക്കുന്നത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സെറ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന എയർ ഡ്രോപ്പ് ഒരു 10 ദിവസത്തെ വരുമാനം, ഒരു 10 സെറ ആണെങ്കിൽ ആ 10 സെറ ഇന്ന് 120 രാജ്യങ്ങളിൽ ഉള്ള വ്യക്തികൾക്ക് ഇന്ന് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4-5 മാസം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വലിയൊരു എക്കോസിസ്റ്റം ആണിത്. ഇതിൽ ഞാൻ ഇന്ത്യ ചൂസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 10 സെറ എപ്പോൾ വേണമെങ്കിലും ഏത് ടൈമിലും ഈ 5ഓളം മാർഗത്തിലൂടെ എനിക്ക് വിഡ്രോ ചെയ്യാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ ടോക്കൺ ആയിട്ടാണ്. സെറ ടോക്കൺ ആയിട്ട് ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ ചെറിയൊരു നമുക്ക് ചാർജ് വരുന്നുണ്ട്. ആ ചാർജിന് ശേഷം 0.7 സെറ ഓരോ വിഡ്രോവലിന് ചാർജ് ഉണ്ട്. ആ ചാർജിന് ശേഷം 8.9 സെറ ടോക്കൺ ആയിട്ട് എനിക്ക് വിഡ്രോ ചെയ്യാം. ഈ വിഡ്രോ ചെയ്യുന്നത് ആ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എന്റെ വാലറ്റിൽ റിഫ്ലക്ട് ആവും. എനിക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് ആണ് കേട്ടോ, അത് റിഫ്ലക്ട് ആവും. അത് മറ്റൊരു വ്യക്തി നമ്മളുടെ ടീമിൽ ജോയിൻ ചെയ്താൽ എന്തായാലും അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനായിട്ട് സെറ കൺവേർട്ട് ചെയ്യണം. നമ്മളുടെ കയ്യിലുള്ള സെറ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ആ ക്യാഷ് കൈപ്പറ്റിക്കൊണ്ട് നമുക്ക് നമ്മളുടെ സെറ ടോക്കൺ നമുക്ക് കൺവേർട്ട് ചെയ്ത് INR-ലോ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ കറൻസി ആയിട്ട് മാറ്റാൻ സാധിക്കുന്ന ഓപ്ഷനാണ് സെറ ടോക്കൺ എന്ന് പറയുന്ന വിഡ്രോവൽ ഓപ്ഷൻ. അടുത്തത് $1000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെറയുടെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് വെർച്വലി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇവിടെ $1000 സ്റ്റേക്ക് ചെയ്ത പല വ്യക്തികൾക്കും വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വെർച്വലി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്ന സെറ നമ്മളുടെ മാസ്റ്റർ അല്ലെങ്കിൽ വിസ കാർഡിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ
ഇന്ന് ഈ 120 രാജ്യങ്ങളിൽ സ്വൈപ്പിംഗ് മെഷീനിൽ പോയി നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ടാപ്പ് ആൻഡ് പേയിലൂടെ നമുക്ക് ഈ ഒരു വെർച്വൽ കാർഡ് ഓപ്ഷനിലൂടെ നമുക്ക് ഏത് ട്രാൻസാക്ഷനും നടത്താമെന്നുള്ളതാണ് സെറയുടെ അടുത്തൊരു എക്കോസിസ്റ്റം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമുക്ക് പെട്രോൾ പമ്പിൽ പോയി ടാപ്പ് ആൻഡ് പേ യൂസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ വഴി നമുക്ക് സെറ കൺവേർട്ട് ചെയ്ത് ട്രാൻസാക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്വൈപ്പിംഗ് മെഷീനിൽ ഇതൊരു ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന പല ട്രാൻസാക്ഷൻസുകളും ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഈ എക്കോസിസ്റ്റം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. $2000 സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കാർഡും മാസ്റ്റർ ആൻഡ് വിസ കാർഡ് രണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. രണ്ടിനും അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് നമുക്ക് മാസ്റ്റർ ആൻഡ് വിസ കാർഡിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് $5000 സിംഗിൾ സ്റ്റേക്ക് ചെയ്താൽ ഈ മാസം 30-ാം തീയതി വരെയാണ് ഈ ഒരു ബെനിഫിറ്റ് ഉള്ളത്. $5000 സിംഗിൾ സ്റ്റേക്കിങ്ങിലൂടെ സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 360 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഡെയിലി പാസീവ് ഇൻകം കിട്ടും. അദ്ദേഹത്തിന് മറ്റുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്യാം. കൂടാതെ അദ്ദേഹത്തിന് റാങ്ക് അടിക്കാം. കൂടാതെ ഈ കിട്ടുന്ന എയർ ഡ്രോപ്പ് അദ്ദേഹത്തിന് ഫിസിക്കൽ കാർഡ് സംവിധാനത്തിലൂടെ വിഡ്രോ ചെയ്യാം. ഇവിടെ ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഫിസിക്കൽ കാർഡ് ലഭിക്കും. ആ ഫിസിക്കൽ കാർഡ് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ATM-ൽ കൊണ്ടുപോയിട്ട് നമുക്ക് INR ആയിട്ട് കിട്ടുന്ന വരുമാനം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എക്കോസിസ്റ്റം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ നമുക്ക് പെട്രോൾ അടിക്കാം, സൂപ്പർ മാർക്കറ്റിൽ യൂസ് ചെയ്യാം. ഈ കാർഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. പെർ ഡേ നമുക്ക് 48 ലക്ഷം രൂപ വരെ ഈ കാർഡ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പേപ്പാൽ ആണ്. നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് നമുക്ക് പേപ്പാൽ സംവിധാനത്തിലൂടെ വിഡ്രോ ചെയ്തെടുക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന, മലേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബാങ്കിലേക്ക് ഡയറക്റ്റ് ബാങ്ക് ഇന്റഗ്രേഷൻ വഴി ബാങ്കിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഈ സെറ വരുമാനം കൺവേർട്ട് ചെയ്യാം ഇൻസ്റ്റന്റ് ആയിട്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നമ്മളുടെ പേര് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏത് ബാങ്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്ക് അവിടെ നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാ ബാങ്കുകളും ഈവൻ കാരൂർ വൈശ്യ ബാങ്ക് വരെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ, സ്വിഫ്റ്റ് കോഡ്, ഇത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് കോഡ് കൊടുക്കുക, IFSC കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മിനിമം 5 minutes to 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ, പരമാവധി 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ബാങ്കിന്റെ സെർവറിന്റെ അനുസരിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇത്തരത്തിൽ ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 30% ടാക്സ് ITR പ്രശ്നം നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് 20 lakh വരെ പരമാവധി ഇത്തരത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് വിഡ്രോവൽ മെത്തേഡുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ നമുക്ക് ചാർജ് വരാത്ത രീതിയിൽ നമ്മുടെ സെറയെ നമുക്ക് വരുമാനത്തെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് 5 വിഡ്രോവൽ എക്കോസിസ്റ്റം നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ ഓപ്ഷൻസ് നമുക്ക് വളരെ സുതാര്യമാണ്. ഒരു വ്യക്തിക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെറ നമുക്ക് കൃത്യമായി പരിചയപ്പെടുത്തി തരുന്നത്. ഈ സ്റ്റേക്ക് സെറയിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ താഴെ 12 times ആണ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക. ഞാനിവിടെ X1 റാങ്ക് കവർ ചെയ്തത് കൊണ്ടാണ് എനിക്ക് 12 times. അല്ലാത്തൊരു വ്യക്തിക്ക് പരമാവധി 10 times ആണ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ ഞാൻ ഏകദേശം 5 തവണയോളം സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവശേഷിക്കുന്നത് 7ഓളം സ്റ്റേക്കിംഗ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു 2 സെറ, 3 സെറ, 5 സെറ അങ്ങനെ സ്റ്റേക്ക് ചെയ്യാതെ ഒരു $1000 നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഒരു $1000 സ്റ്റേക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റേക്കിംഗ് നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ടി വരുന്നില്ല. അത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ബേൺ സെറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓരോ ഓപ്ഷനും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ സെറ ഗെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് ലാസ്റ്റ് നമ്മുടെ 7ാമത്തെ എക്കോസിസ്റ്റം ആണ്. അത് ഞാൻ നിങ്ങൾക്കൊരു ഡിസ്പ്ലേയിലൂടെ ഈ ഗെയിം കളിച്ച് എയർ ഡ്രോപ്പ് വാങ്ങിക്കുന്ന സംവിധാനം ലാസ്റ്റ് പരിചയപ്പെടുത്താം. ഓക്കെ, ബേൺ സെറ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തി ഇപ്പോൾ 10 വട്ടവും സ്റ്റേക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ സെറ കമ്മീഷൻ ലിമിറ്റിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കിട്ടിയ സെറ നമുക്ക് ബേൺ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മീഷൻ ലിമിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് 10 തവണത്തെ നമ്മുടെ സംവിധാനം കഴിഞ്ഞാലും നമുക്കിപ്പോ ഒരു 10 സെറ നമുക്ക് വേണമെങ്കിൽ ബേൺ ചെയ്താൽ നമുക്ക് 50 സെറ കമ്മീഷനൂടെ ഇൻക്രീസ് ചെയ്യാൻ, അത് നിങ്ങൾ ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, ഞാനത് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിൽ നമ്മുടെ സെറ കമ്മീഷൻ ലിമിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അടുത്തൊരു എക്കോസിസ്റ്റം, നമ്മളിപ്പോൾ 5 വിഡ്രോവൽ എക്കോസിസ്റ്റം ആണ് പരിചയപ്പെട്ടത്. 6ാമത്തെ നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് VIP ലോഞ്ചിങ് ഫെസിലിറ്റി. അതായത് 120 രാജ്യങ്ങളിലെ എയർപോർട്ടിൽ നമുക്ക് VIP ലോഞ്ചിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും നമുക്ക് ഒരു എക്സ് പോയിന്റ് റിവാർഡ്. ഈ ഒരു പ്രൊജക്ട് 2029 ഓഗസ്റ്റിൽ എൻഡ് ആയാൽ പോലും, എയർ ഡ്രോപ്പ് ഫെസിലിറ്റി എൻഡ് ആയാലും നമുക്ക് ഈ ഒരു എക്സ് പോയിന്റ് ഫെസിലിറ്റിയിലൂടെ
നമ്മളുടെ വരാനിരിക്കുന്ന എക്കോസിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഏകദേശം 29ഓളം എക്സ്പോയിന്റ് എന്ന് പറയുന്നത് 29.5 എക്സ്പോയിന്റ് എന്ന് പറയുന്നത് ഓരോ എക്സ്പോയിന്റും ഓരോ ഡോളറിന് തുല്യമാണ്. ഇവിടെ VIP ലോഞ്ചിന് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു എക്സ്പോയിന്റ് ആണ്. അതായത് 50 എക്സ്പോയിന്റ് നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ VIP ലോഞ്ചിങ് ഫെസിലിറ്റിയിലൂടെ നമുക്ക് എയർപോർട്ടിലെ ഏത് എയർപോർട്ടിലാണോ നമ്മൾ പോകുന്നത് ആ എയർപോർട്ടിലെ എയർപോർട്ട് ലോഞ്ചിങ് ഫെസിലിറ്റി, ഞാനിവിടെ ഇന്ത്യ ചൂസ് ചെയ്യുന്നു, ഞാനിവിടെ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഏത് രാജ്യത്താണ്, ഇപ്പൊ കൊച്ചി ആണെങ്കിൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക, അവിടുത്തെ അയാട്ട ചൂസ് ചെയ്യുക, ടെർമിനൽ ചൂസ് ചെയ്തിട്ട് നമ്മളുടെ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ ഇവിടെ ലഭിക്കുന്ന QR കോഡ് വെച്ചിട്ട് VIP ലോഞ്ചിങ് ഫെസിലിറ്റി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എക്കോസിസ്റ്റം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കൈവശം 100 എക്സ്പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടങ്ങുന്ന 2 വ്യക്തികൾക്ക് എയർപോർട്ട് ലോഞ്ചിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇതാണ് ആ ഒരു എക്കോസിസ്റ്റം. ഇനി എങ്ങനെയാണ് വിസ കാർഡും മാസ്റ്റർ കാർഡും അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വിസ കാർഡ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. $1000 സ്റ്റേക്ക് ചെയ്ത വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേര്, ഇമെയിൽ ID, കൺട്രി, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് അപ്ലൈ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് ഒരു വെർച്വൽ കാർഡിന്റെ ഫോട്ടോ ഇവിടെ വിസിബിൾ ആകും. ആ വെർച്വൽ കാർഡ് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ ആഡ് കാർഡ് കൊടുത്തുകൊണ്ട് കാർഡ് ആഡ് ചെയ്താൽ ടാപ്പ് ആൻഡ് പേ വഴി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സെറ കമ്മീഷൻ കാർഡിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. ഇതേ രീതി തന്നെയാണ് മാസ്റ്റർ കാർഡിലും ഉള്ളത്. ഇനി ഫിസിക്കൽ കാർഡ് ആണെങ്കിൽ $5000 സ്റ്റേക്ക് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഫിസിക്കൽ കാർഡ് ലഭിക്കുക. ഈ ഫിസിക്കൽ കാർഡ് സംവിധാനത്തിന് നമ്മൾ ഇതേപോലെ നമ്മുടെ ഫിസിക്കൽ കാർഡ് നമ്പർ കൊടുത്തുകൊണ്ട് പിൻ നമ്പർ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ കാർഡ് കൊടുത്താൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് സെറ കാർഡ്, ഫിസിക്കൽ കാർഡ് ലഭിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ATM-ൽ കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഇവിടെ ഞാൻ സെറ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റുമാനൂര് ഈ സെറ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെ ATM-ൽ INR-ൽ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. യാതൊരു ടെൻഷനും വരുന്നില്ല. നമ്മൾ കാർഡ് ഉപയോഗിച്ചാണ് INR ആയിട്ട് ക്യാഷ് കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ എനിവേ, ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് സെറ കാർഡിലൂടെ പണം പിൻവലിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഷോ ചെയ്തു. ഇനി അടുത്തൊരു ഓപ്ഷൻ ഇവിടെ USDT ബാർ സെറ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ സെറ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു 10 സെറയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഒരു 15 സെറയുടെ ആവശ്യം നിങ്ങളുടെ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡോളർ അല്ലെങ്കിൽ സെറ ഈ ഒരു കോപ്പി അഡ്രസ്സിലൂടെ നമുക്ക് നമ്മുടെ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ആ സെറ ഉപയോഗിച്ച് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. കൂടാതെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന USDT നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കാർഡിലേക്കും നമ്മുടെ വെർച്വൽ കാർഡിലേക്കും മാറ്റി ഈ USDT എക്കോസിസ്റ്റം വഴി നമുക്ക് കാർഡിലേക്കായിട്ടും അതുപോലെ ഫിസിക്കൽ കാർഡിലേക്കും പേപാൽ സംവിധാനത്തിലേക്കൊക്കെ നമുക്കിത് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് പാസീവ് ഇൻകവും ഞാൻ പറഞ്ഞ ആക്റ്റീവ് ഇൻകം. ഈ 2 ഓപ്ഷൻസ് നമുക്ക് വരുന്നതിന്റെ ചാർട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കറുത്ത X എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന എക്സ്പോയിന്റും ഈ ടോക്കന്റെ സിമ്പിളോടുകൂടി കൊടുത്തിരിക്കുന്നത് നമുക്ക് വരുന്ന എയർ ഡ്രോപ്പും ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡേ ബൈ ഡേ വരുന്ന എയർ ഡ്രോപ്പിന്റെ ഹിസ്റ്ററി അറിയാനായിട്ട് നമ്മുടെ സൈറ്റിൽ സാധിക്കുന്നുണ്ട്. അടുത്തത് ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് ഇൻകവും അതുപോലെ തന്നെ മാച്ചിങ് ഇൻകവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഏതൊക്കെ ലെവലിൽ നിന്ന് റാങ്ക് ഇൻകം ലെവൽ ഇൻകം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എനിക്ക് L4 L5 വരെയുള്ള സ്റ്റേജിൽ നിന്ന് ലെവൽ ഇൻകം വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സ്റ്റേക്കിംഗ് ഞാൻ പറഞ്ഞു, സ്റ്റേക്കിംഗ് കൂട്ടുന്നതനുസരിച്ചാണ്. $1000 എത്തിച്ചാൽ മാത്രമേ നമുക്ക് 20 ലെവലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ലെവലിന്റെയും റാങ്ക് ഇൻകം അല്ലെങ്കിൽ ലെവൽ ഇൻകം നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മർച്ചന്റ് ഓപ്ഷനാണ്. ഇവിടെ മർച്ചന്റ് ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെ വളരെ നമുക്ക് എന്താ പറയാ, ഈ ഒരു സെറ പ്രൊജക്ട് ലോങ്ങിലേക്ക് പോകുന്നത് ഇവിടെ കൺസ്യൂമേഴ്സും മർച്ചന്റ്സും കൂടുമ്പോഴാണ്. മർച്ചന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഒരു സുഹൃത്തിന് ഷോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ പ്രൊജക്ട് നമ്മുടെ ഷോപ്പുമായിട്ട് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു ഷോപ്പായിട്ടുള്ള എന്താ പറയാ നമ്മളുടെ ലുലു മാൾ ഞാൻ ഇവിടെ സ്റ്റോർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു.
നമ്മളുടെ കൺട്രി ചൂസ് ചെയ്തു, അതിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, അവർക്ക് എത്ര പെർസെന്റേജ് വരെ സെറ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് ആ ഷോപ്പ് ഓണറിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് പെർസെന്റേജ് ഫിക്സ് ചെയ്ത് ആ ഷോപ്പിന്റെ ഫോട്ടോസ് കൂടെ നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്താൽ, നമുക്ക് അപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ആ മർച്ചന്റിന്റെ അടുത്ത് വന്നിട്ട് സെറ ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്തി ആ കടയിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഷോപ്പിലെ ആക്സസ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്, നമുക്ക് ഏകദേശം അദ്ദേഹം നൽകുന്ന ഡിസ്കൗണ്ട് ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നു. ആ മെർച്ചന്റിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ബെനിഫിറ്റ്, അദ്ദേഹം കളക്ട് ചെയ്യുന്ന എക്സ്പോയിന്റ്, ഇപ്പോൾ ഒരു 100 എക്സ്പോയിന്റ് ആണ് അദ്ദേഹം കളക്ട് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് അതിന് പാരിതോഷികമായിട്ട് $40 അദ്ദേഹത്തിന് വരുമാനമായിട്ട് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ വരുമാനം ആ മർച്ചന്റിന് ലഭിക്കുന്നുണ്ട്. അപ്പം ഡേ ബൈ ഡേ സെറ ഹോൾഡേഴ്സ് കൂടി വരുമ്പോൾ മെർച്ചന്റ്സിനെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടാൻ പറ്റുന്ന അവസരമാണ്. അപ്പൊ ഇതൊരു എക്കോസിസ്റ്റം ആയിട്ട് നമ്മളുടെ കമ്പനി നമ്മളുടെ കയ്യിലേക്ക് നൽകുന്ന ഒരു അവസരമാണ്. കൂടാതെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള അല്ലെങ്കിൽ KFC, മക്ഡൊണാൾഡ്സ് പോലെയുള്ള ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ കൂടെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ സുതാര്യമായിട്ട് ഇന്ന് 7ഓളം എക്കോസിസ്റ്റംസ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്, 6 വിഡ്രോവൽ എക്കോസിസ്റ്റവും അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ചിങ് ഫെസിലിറ്റി, മർച്ചന്റ് ഓപ്ഷൻ, ഇനി നമ്മൾ എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി കാണുന്ന സെറ ഗെയിമിംഗ് എക്കോസിസ്റ്റവും കൂടി ഞാൻ നിങ്ങളെ ഇതിന്റെ ഒരു ചെറിയൊരു അവലോകനം കൂടെ നൽകുകയാണ്. ഇവിടെ ഞാൻ സെറ ഗെയിമിങ്ങിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കൈപ്പറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമേ തന്നെ കൃത്യമായിട്ട് ഇതിന്റെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഓരോ ഡേ ബൈ ഡേ നമ്മൾ ഓരോ എക്കോസിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇവിടെ ഞാനൊന്ന് ഓടിച്ചു പറയുകയാണ്. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ Seracard.com എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ Seracard.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറിയാൽ ഇവിടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ന്യൂ മെമ്പർ എന്നൊരു ഓപ്ഷൻ വരും. ഞാൻ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് മൈ അക്കൗണ്ട് എന്ന് കിടക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ന്യൂ മെമ്പറായിട്ട് അവിടെ കണക്ട് ആക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് സെറ ഗെയിമിലേക്ക് കടക്കാം. ഇവിടെ ഓൾറെഡി എനിക്ക് മൈ അക്കൗണ്ടിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത്തരത്തിൽ മൈ അക്കൗണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ, ന്യൂ കസ്റ്റമർ ആണെങ്കിൽ ന്യൂ കസ്റ്റമർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ സെറ അരീന എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്ന സെറ അരീന എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, നമ്മൾ ഗെയിം കളിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലാണ്. സെറ അരീനയിൽ നിന്ന് സെറ അരീന നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയും സെയിം മെയിൽ ഐ ഡി, നമ്മൾ Seracard.com യൂസ് ചെയ്ത സെയിം മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ലോഗിൻ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ടത് ടോക്കൺ പോക്കറ്റിൽ സെറ ഗെയിം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൂടി, ഞാൻ ഓൾറെഡി മെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ്, ബൈൻഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം, അതായത് 3 Seracard.com നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കണം, സെറ അരീനയിൽ കൊടുക്കണം, അതുപോലെ തന്നെ സെറ ഗെയിമിംഗിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ Seracard.com വന്നിട്ട് നമുക്കിവിടെ ഈ ഗെയിം കളിക്കാനുള്ള ഹീറോസിനെ പർച്ചേസ് ചെയ്യാം. ഇവിടെ ഇതൊരു ഫൈറ്റിംഗ് ഗെയിമാണ്, വാർ ഗെയിമാണ്. നമുക്കൊരു ക്യാരക്ടർ വേണം. ഇവിടെ ക്യാരക്ടറിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ക്യാരക്ടേഴ്സ് $10 മുതൽ അങ്ങനെ കൂടി നമുക്ക് വരുന്ന പവറുള്ള ഓരോ ഹീറോസിനെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ദെൻ അതിനൊരു വെപ്പൺ പർച്ചേസ് ചെയ്യാം, ആർമറിനെ പർച്ചേസ് ചെയ്യാം, ജെം കൊടുക്കാം, അതായത് ലൈഫ് കൊടുക്കാം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗാർഡിയൻ. ഇങ്ങനെ 5 കാര്യങ്ങൾ നമുക്കിവിടെ നമ്മളുടെ ക്യാഷ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു $10, അതായത് 1000 രൂപയുടെ ഒരു പ്ലെയറിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ചാലും എനിക്ക് എയർ ഡ്രോപ്സ് ഫ്രീ ആയിട്ട് ഇവിടെ ലഭിക്കും. ഇവിടെ ഞാൻ $10 ഒരു പ്ലെയറിനെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബില്ലിങ് കൊടുക്കുന്നു, അതിന്റെ പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കുന്നു. പേയ്മെന്റ് ഓപ്ഷൻ നമുക്ക് സെറ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കളിക്കാം. ദെൻ അത് കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ നമുക്ക് അതിന്റെ കണ്ടീഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അതുപോലെ പർച്ചേസ് ചെയ്താൽ നമ്മുടെ
പ്ലെയറിനെ നമ്മൾ അത് അത്തരത്തിലൂടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ വഴി പർച്ചേസ് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരെ സെറ അരീനയിൽ പോയാൽ നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഒരു ഹീറോനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പർച്ചേസ് ചെയ്ത ഹീറോനെ ഇവിടെ കാണാം. ഒരു ദിവസം 5 ഗെയിമാണ് ഒരു ഹീറോയിലൂടെ, ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കളിക്കാൻ പറ്റുക. ഓൾറെഡി ഞാനിപ്പോ ഒരു 4 ഗെയിം കളിച്ചു. അതിന് എനിക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് ആണ് ഇവിടെ മുകളിൽ സെറ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ 80% എയർ ഡ്രോപ്പും 20% എക്സ്പോയിന്റും ആണ് ഓരോ ഗെയിം വിൻ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഹീറോനെ ചൂസ് ചെയ്താൽ എന്റെ ഹീറോനെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴേക്ക് വന്നാൽ ഇവിടെ ഒരു കാർഡ് ഷിഫ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ കാർഡ് ഷിഫ്റ്റിംഗ് ഓപ്ഷനിൽ ഞെക്കിയാൽ ഞാൻ ഇവിടെ ഒരു ഗെയിം നിങ്ങളെ കളിച്ച് കാണിക്കാം. ദെൻ ഈ ഒരു വാറിന്റെ ഗെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഗെയിം ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഒപ്പോണന്റ് നമുക്ക് റീഡയറക്ട് ചെയ്ത് ഇപ്പൊ നമുക്കൊരു ഒപ്പോണന്റ് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഗെയിം കളിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു മൂവിങ് ട്രീ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൃത്യമായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാം പച്ച ഒരു ബാർ കാണാം. ആ പച്ചയിൽ കറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഗെയിം ഇവിടെ കാണാം. ഞാൻ ഏകദേശം പച്ചക്കടുത്ത് തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവണം. ഏകദേശം ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിച്ച് തീർക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ലഭിക്കാനുള്ള ഒരു അവസരമാണിത്. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ അത് ടാപ്പ് ചെയ്തു. ചെറിയൊരു ടെക്നിക്കൽ നമുക്ക് അത് സാധ്യമാകുന്നത്. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നമ്മൾ ഓക്കെ ഞാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമുക്ക് ആ ഗെയിം കളിക്കാം. ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് നമുക്ക് ലഭിക്കുന്ന എയർ ഡ്രോപ്പ് നമുക്ക് ആ ഗെയിമിന്റെ ആപ്പിലും കാണാൻ സാധിക്കും. കൂടാതെ തന്നെ സെറ ഗെയിമിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സെറ ഇന്നത്തെ ഗെയിമിങ്ങിലൂടെ കിട്ടിയിരിക്കുന്നത് 0.0072 സെറയാണ്. ഞാൻ $1000 കളിച്ചപ്പോൾ $10 കളിച്ചപ്പോൾ ഏകദേശം ഇതിന്റെ INR വാല്യൂ എന്ന് പറയുന്നത് 24 rupees ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തോറ്റാൽ നമ്മുടെ $10 നമുക്ക് നഷ്ടമാവില്ല. ഡേ ബൈ ഡേ 5 ഗെയിം വെച്ച് കളിച്ചുകൊണ്ട് നമുക്ക് സെറ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. കൂടാതെ എക്സ് പോയിന്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സുഹൃത്തിനെ വെറും 1000 രൂപയ്ക്ക് പോലും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു സുഹൃത്തിന് ടോക്കൺ പോക്കറ്റ് എടുത്ത് നമ്മുടെ റെഫറിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹവുമായിട്ട് നമ്മുടെ ഈ ഒരു ഗെയിം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഷെയറിംഗ് പെർസെന്റേജ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ദെൻ ആ പ്ലെയർ Seraka.com-ലും സെറ അരീനയിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ID നമ്മൾ ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ അദ്ദേഹം കളിക്കുന്നതിന്റെ ആ പെർസെന്റേജ് നമുക്കും ലഭിക്കും, അദ്ദേഹത്തിനും ആ സെറ ലഭിക്കും. ആ കിട്ടുന്ന സെറ എയർ ഡ്രോപ്പ് വിഡ്രോ ചെയ്തും അദ്ദേഹത്തിന് ഇതിലൂടെ ഫ്രീ എയർ ഡ്രോപ്പ് കൈപ്പറ്റാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഗെയിമിങ് അതിനോട് അഡിക്റ്റ് ആയിട്ടുള്ള, അതിനോട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടൈം കളയണമെന്നില്ല. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് കളിച്ച് തീരാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ പ്രൊജക്ടിന്റെ ഒരു ജെനുവിനിറ്റി ആണ്. സെറ ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കൈപ്പറ്റാം. ചുരുക്കി പറഞ്ഞാൽ 7ഓളം എക്കോ സിസ്റ്റംസ് നമുക്ക് സ്റ്റിൽ റണ്ണിങ്ങിലാണ്. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് നമ്മളുടെ കൈകളിലേക്ക് വളരെ ഭദ്രമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഇനി ഇറങ്ങാനിരിക്കുന്ന 55ഓളം എക്കോ സിസ്റ്റംസ്, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മുടെ ആവശ്യങ്ങളും ഈ ഒരു എയർ ഡ്രോപ്പ് സംവിധാനത്തിലൂടെ നമുക്ക് എനി ടൈം വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാം. നമ്മളുടെ ക്യാപിറ്റൽ സേഫ് ആണ്, നമ്മളുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഇതിന്റെ ഓഹരിയാണ് നമ്മൾ എയർ ഡ്രോപ്പിലൂടെ നമ്മൾ കൈപ്പറ്റുന്നത്. കൃത്യമായി പറഞ്ഞാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് സേഫ് ആക്കാം. അതുപോലെ തന്നെ 360 ദിവസവും നമ്മൾ ഒരു വ്യക്തിയെ റെഫർ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയിലൂടെ നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്. ഇനി ഇതിന്റെ ട്രസ്റ്റീവ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പലരും പല ട്രേഡിംഗ് മേഖലയിലും പ്രവർത്തിച്ച ആളുകൾ ബിനാൻസ് പോലെയുള്ള, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, Aave.ai പോലെയുള്ള എക്സ്ചേഞ്ചുകളിൽ നമ്മുടെ കോൺട്രാക്ട് കോഡ് കൊടുത്തുകൊണ്ട് പരിശോധിച്ചാൽ സെറയുടെ ഫ്ലക്ച്വേഷൻ, സെറയുടെ ലിക്വിഡിറ്റി, അതുപോലെ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് AI കാലഘട്ടമാണ്. കൃത്യമായിട്ട് ഈ സ്മാർട്ട് കോൺട്രാക്ട് കോഡ് സെർച്ച് ചെയ്താൽ AI നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് കൃത്യമായി തരും. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ തുടക്ക പ്രൊജക്റ്റിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രൊജക്ട് വളരെ ഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. നമുക്ക് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിനെ ഒരു റിസ്കി മൈൻഡിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലാഘവത്തോടെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കൃത്യമായ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി നമുക്കൊരു ദൈവതുല്യനായി കണ്ടുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള, നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്തുകൊണ്ട്
ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ എത്താൻ ഈ ഒരു പ്രൊജക്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വലിയ രീതിക്ക് നമ്മൾ ആഡംബരത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രൊജക്ട് അല്ല. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. നിലവിൽ നമുക്കുള്ള 7ഓളം എക്കോസിസ്റ്റംസിനെ പറ്റി കൃത്യമായിട്ടുള്ള സ്റ്റഡി, അതിന്റെ എങ്ങനെ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളുടെ റെഫറൻസിൽ ഒരു വ്യക്തി വന്നാൽ അദ്ദേഹത്തിന് എങ്ങനെ എയർ ഡ്രോപ്പ് കിട്ടും, എങ്ങനെ അത് വിഡ്രോ ചെയ്യും, എങ്ങനെ ഗെയിം കളിക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ സൂമിലൂടെ ഓൾറെഡി ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ മലയാളം സൂം ഉണ്ട്. വെനസ്ഡേയും സൺഡേയും നമ്മൾ സൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തിങ്കൾ ചൊവ്വ ഇതിന്റെ ക്രിയേറ്ററിന്റെ സൂം ഉണ്ട്. നമുക്കുള്ള എന്ത് ഡൗട്ടുകളും ക്രിയേറ്ററിനോട് അവിടെ ചോദിക്കാൻ പറ്റുന്ന അവസരമാണ്. ഓപ്പൺ ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. കൂടാതെ തമിഴിലും ഹിന്ദിയിലും മറ്റ് ലാംഗ്വേജുകളിലും എല്ലാം നമുക്ക് സൂം ആഴ്ചയിൽ 7 ദിവസവും കൃത്യമായിട്ട് സൂം നടക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ലോകത്തിന്റെ എമ്പാടും നമുക്ക് ഈ പ്രൊജക്ട് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേരളത്തിൽ ഇന്ന് ഈ ഒരു നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിനോടൊപ്പം ബിസിനസ് ചെയ്യുന്ന പല ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സുകളുണ്ട്. അവർക്ക് ഒരുപാട് ടീമുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ഏപ്രിൽ 20ക്കും 25നും ഇടയ്ക്ക്, നമ്മുടെ ഈ വിഷുവിന് ശേഷം ഏപ്രിൽ 20 അല്ലെങ്കിൽ 25 ഇടയ്ക്കായിട്ട് നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് ട്രെയിനിങ് എറണാകുളത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള 20 to 25 ലീഡേഴ്സിനെയാണ് അവിടെ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം ആ 25 ലീഡേഴ്സ് നിങ്ങളുടെ ടീമിലേക്ക് 10ഉം 20ഉം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇതിന്റെ നോളജ്, എങ്ങനെയാണ് മെർച്ചന്റിനെ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാർഡ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗെയിമിംഗ് കളിക്കുന്നത്, അത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വെർച്വൽ ആയിട്ട് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളെ നോട്ട് ഡൗൺ ചെയ്യിപ്പിക്കാൻ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ട്രെയിനിങ് 20ക്കും 25നും ഇടയ്ക്ക്, ഏപ്രിൽ 20ക്കും 25നും ഇടയ്ക്ക് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള 20 to 25 മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കൃത്യമായി നിങ്ങളുടെ ടീമിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. നമുക്ക് നല്ലൊരു ഭാവി ഈ ഒരു പ്രൊജക്ടിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ കൈകളിലേക്ക് ഈ അവസരം എത്തിച്ചു തന്ന ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഇന്ന് ഈ സൂം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.